എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ സുഹൃത്ത് വൈശാഖും നമ്മൾ ഒരു യാത്രയിലാണ്. ഡാഡൂസ് വേൾഡിൻ്റെ ഈ പുതിയ അധ്യായത്തിൽ നമ്മളൊരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുകയാണ്, ഒരു ഗുരുജിയെ. ഡാഡൂസ് വേൾഡിൻ്റെ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു വീഡിയോ റെക്കോർഡിങ്ങിൽ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ പ്രോബ്ലം ആയിരുന്നു. അത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ദയവ് ചെയ്ത് അപേക്ഷിക്കും. ഗുരുജിയുടെ ആശ്രമം ജുമേര. രണ്ടുപേരും അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഡാഡൂസ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടാൻ പോവാണ്, ഒരു ഗുരുജിയെ. സ്കൈ അഥവാ സഞ്ജീവ് കൃഷ്ണ യോഗ, അങ്ങനെ ഒരു യോഗാശ്രമത്തിൻ്റെ അധിപനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അദ്ദേഹത്തെ ഗുരുജി എന്നാണ് എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത്. ഗുരുജിയെ നമുക്ക് നേരിട്ട് കാണാം. സ്കൈ ഈസ് ദ ഫസ്റ്റ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ISO 9001 സർട്ടിഫൈഡ് യോഗ സെൻറ്റർ ഇൻ ദ മിഡിൽ ഈസ്റ്റ്. അങ്ങനെ ഒരു വ്യക്തിയെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഇത് നമ്മൾ സഞ്ജീവ് കൃഷ്ണ യോഗ ആശ്രമത്തിലെ യോഗാചാര്യ സഞ്ജീവ് കുമാർ അവരുടെ അടുത്താണുള്ളത്. നമസ്കാരം. നമസ്തേയുടെ പ്രസക്തി ഇപ്പോഴാണ് ശരിക്കും ഈ കൊറോണ ടൈമിലാണ് എന്താ പറയാ എല്ലാവരും അവെയർ ആവുന്നത്. മുന്നേ ഷെയ്ക്ക് ഹാൻഡിലൂടെ എല്ലാവരും പരിചയപ്പെട്ടിരുന്നത് ഇപ്പം വേൾഡ് വൈഡ് ഒരു ഡിസ്റ്റൻസിലാണല്ലോ. ഈ കൊറോണ ടൈമില് യോഗയുടെ പ്രസക്തി എങ്ങനെയാണ് വരുന്നത്, അത് ഒന്ന് വിശദമാക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമസ്തേ. നമസ്തേ വെച്ചാല് വളരെ ഒരു ഏജ് ഓൾഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷനാണ്. നമസ്തേ വെച്ചാല് എന്റെ ആന്തരികമായിട്ട് പോവാണെങ്കിൽ നമ്മളെല്ലാവരും വി ഹാവ് 2 എനർജീസ്, ഇട പിംഗള. സംഖ്യയില് പ്രകൃതി പുരുഷ. അപ്പം ഞങ്ങളുടെ ഉള്ളിലും there is an energy. ഈ 2 എനർജിയാണ് നമ്മളെല്ലാവരും. When you touch your hands, you are in fullness of as a personality. അതേ സമയത്ത് we don't touch any other. I respect you and you respect me. I respect the divinity in you and you respect the divinity in me. ഇതാണെങ്കിൽ കൊറോണക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് തൊടണ്ട, പിന്നെ whatever you have, whatever I have, let me have. ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രസക്തിയുള്ളൊരു പോയിന്റാണ് നിങ്ങൾ കാണിച്ചത്. ഈ യോഗ, സഞ്ജീവ് കുമാർ കൃഷ്ണ യോഗ ആൻഡ് മറ്റുള്ള യോഗാസനം, അത് തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ യോഗ എന്ന് ചോദിച്ചാൽ ഡിഫറൻറ്റ് ഇല്ല. ഓൾ യോഗ ആർ ദ സെയിം. യോഗയുടെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹൗ ടു ബി ഇൻ ഹാർമണി, സിംഫണി, യൂണിയൻ, കോർഡിനേഷൻ. ഇപ്പം ഒരു വ്യക്തി ഹീസ് നോട്ട് ഇൻ ഹാർമണി. ഇപ്പൊ നിങ്ങൾക്ക് യു ആർ നോട്ട് ഇൻ ഹാർമണി ബിക്കോസ് ഓഫ് യുവർ ബാക്ക് പെയിൻ, or if you are because of your mental tension or your pressures. ആ ഒരു അവസ്ഥയിൽ you cannot give harmony to your wife or children. You cannot give harmony to your friends, your colleagues, anywhere. So how as a person, ഒരു വ്യക്തിയായിട്ട് എങ്ങനെ I can develop the harmony within me is the science called yoga. മിക്കവാറും ഇപ്പോഴത്തെ ജനറേഷനിൽ പലർക്കും ഈ ടെൻഷനുള്ള ലൈഫില് ഈ ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ഇന്നർ പീസ് ഇല്ലാത്തതാണ് ആൾക്കാർ ഈ യോഗയിലേക്ക് മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടുന്നത് പീസാണ്. കാരണം അവരുടെ ഉള്ളിൽ ആ ഇന്നർ പീസ് മിസ്സിംഗ് ആണെന്നാണ് നമുക്കെല്ലാം കാണുന്നത്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ടൈമില് ആൾക്കാർ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്തുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് എങ്ങനെ ഇന്നർ പീസ് വരാം,
യോഗയിലൂടെ എങ്ങനെ പീസ് കിട്ടാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെ. വളരെ പ്രസക്തിയുള്ള ഒരു കാലത്തിലൂടെയാണ് യോഗ കടന്നുള്ളത്. അപ്പം യോഗ എങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്? നിങ്ങളുടെ See, yoga എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's been there from time immemorial. It has been traversing through the years of generations and generations. But ഇപ്പോഴാണ് ആൾക്കാർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. Because yoga is living in harmony. ഈ harmonious life എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ അറിവാണ്. For example, if I give you a mobile and that mobile you do not know how to operate, what will be the state? Little you know, little things you do. Rest of it, so you start asking yourself. If you understand how to utilize the mobile in all fullnesses, understanding, then you will start enjoying being with it. Likewise, a human being, ഒരു മനുഷ്യനായാൽ ഞങ്ങൾ നോളജ് എപ്പോഴാണ്? ഞങ്ങൾ ജനിച്ച മുതൽ we are learning from who? Parents. And whatever they teach you is what you know. So your childhood is dependent on your parentage, and your childhood defines your adulthood. So what you were as a child is what you are today. അതിൽ യാതൊരു ചോയ്സും ഇല്ല. ജനിച്ചപാട് you cannot say I don't want this daddy. You have no choice. അവരെന്ത് ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്നു, അവരെന്ത് പഠിപ്പിക്കുന്നു, അതാണ് എൻ്റെ അറിവ്. അവിടെയാണ്. പിന്നെ no one is a born husband or a wife or a born doctor or anything. So how they learn knowledge, experience, അതിനനുസരിച്ചിട്ടാണ് they develop. അപ്പം ആ ഡെവലപ്മെന്റ് വരുന്നപ്പോഴാണ് only when the person develops a compatibility and evolve in the knowledge. Base can be the default software of parentage. But that can be corrected? That's the only thing you can correct. If for example, kalyanam കഴിഞ്ഞാൽ husband comes with the software, wife comes with the default software, both. ചെറിയ കമ്പാറ്റബിലിറ്റി നമ്മളിപ്പം ജാതകം നോക്കുകയാണെങ്കിൽ രാശി കുറെ ഒപ്പിക്കും, ഇല്ലെങ്കിൽ ചെറിയ കമ്പാറ്റബിലിറ്റി നോക്കും, പിന്നെ പുതിയ ഫയൽസ് ഓപ്പൺ ആവും, അന്നേരം ഇത് പറ്റുന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. So how you learn to accept and correlate defines your compatibility of life. So അതിന്റെ അറിവ്, that knowledge is very important. ഇപ്പം നിങ്ങളൊരു മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ we are made up of panchakosha, ശരീര പ്രാണ മന വിജ്ഞാന ആനന്ദം, പഞ്ചകോശ എന്ന് പറയും. പഞ്ചകോശങ്ങൾ വെച്ചാൽ ശരീരം ഹാർഡ്വെയർ, പ്രാണ ബാറ്ററി, മൈൻഡ് ഡിസ്പ്ലേസ് എക്സ്പ്രഷൻ, എല്ലാം സെയിം ആണ്. അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ വ്യത്യാസമുള്ളൂ. So the more you learn, the more you are competent to adapt yourself. The less you are knowledgeable, the more you are fighting with everyone. Today the world is suffering not because of anything but by ignorance. Ignorance is what destroys the society, the family and the world. So if you gain to understand how you are connected to the world, you will never fight with anyone around you. Because your life in front of you is a part of you. It is not apart from you. See, if I am sitting in a place and a person is sitting there in front of me who is hungry, I cannot eat food. That doesn't mean that person who is not in front of me is not existing. He is there. So how you learn to understand one another? How can you understand one another? Only when you understand yourself. Who am I? What am I? Basic. And how you develop your health, your breath, your mind, how you broaden your perspective, this brings you happiness. And happiness is also dependent on knowledge and ignorance. So how you develop that compatibility? Totally. So ഒരു വ്യക്തി അവനെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ he can understand the world better.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ അവിടെ തുടങ്ങുകയാണെങ്കിൽ ഈ യോഗ ഏത് വയസ്സ് മുതൽ അഭ്യസിക്കണം? പലരും പല രീതിയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെറിയ പ്രായം മുതൽ തുടങ്ങണമെന്ന് പറയുന്നത്, അതല്ല നിങ്ങൾ ഏത് ഏജിലും തുടങ്ങാന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? ചില സമയം ചില അമ്മമാർ വിളിച്ച് ചോദിക്കും, നിങ്ങളെടുത്ത് കുട്ടികളുടെ യോഗയുണ്ടോ? ഞാൻ എന്താ ഭയങ്കര ഇതാണ്, വെരി ഹൈപ്പർ. ഇപ്പൊ ഞാൻ ചോദിക്കും എത്ര വയസ്സായി? 2.5 വയസ്സ്. നമ്മൾ 2.5 വയസ്സ് ഓൾറെഡി യോഗ. കുട്ടിക്ക് നിങ്ങൾ എന്തുകൊണ്ടാ അത് പറ്റിയെന്ന് വെച്ചാല്, ആ കുട്ടി പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ കൊടുക്കുന്നത് കാർട്ടൂൺസ് ആണ്, ടോം ആൻഡ് ജെറി, മറ്റേ പ്ലേ സ്റ്റേഷൻ. പിന്നെ അവൻ ടോം ആൻഡ് ജെറി പോലെ കൊണ്ടല്ലേ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അവനെ സന്യാസി പോലെ ഇരിക്കണം, അത് നടക്കൂല. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, till the age of 5.5 years the child is in yoga, he is enjoying his life. 5.5 വയസ്സ് മുതൽ 6 വയസ്സ് മുതലാണ് ഒരു കുട്ടി ശരിക്കും ഗ്രഹിക്കുന്നത് നോളജ്. ആ സമയത്ത് ഇഫ് യു ഇൻകൾക്കേറ്റ് ഡിസിപ്ലിൻ, സാമ വേദ ധാന ദണ്ഡ, എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. ചില കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാവും, ചില ആൾ ചോദിക്കും, അതിന് ക്ഷമ വേണം. ചില ആൾക്കാർ പിന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് വിടുക, അവര് മനസ്സിലാക്കിയിട്ട് വരും. ഒന്നും നടക്കാതെ ദണ്ഡ പറ്റും. അത് 13-14 വയസ്സ് വരെ പറ്റുള്ളൂ. അതിന്റെ അപ്പുറം യു ഷുഡ് ബി എ ഫ്രണ്ട് ടു ദി ചൈൽഡ്. അപ്പൊ എങ്ങനെ ആ കുട്ടീനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇറ്റ് ഇസ് പാരന്റേജ്. കുട്ടികളായാലും മാത്രം പോരാ, how you take care of them, maintain them, develop them is yours. People with the parents. അപ്പൊ പാരന്റ്സിലാണ് നിൽക്കുമ്പോൾ they are in a comfort zone. പിന്നെ യൂണിവേഴ്സിറ്റി നിലവാണ്ട് പോകും, then they are in a free zone. ഫ്രീ സോണിൽ പോകുമ്പോൾ they should learn to have a protective shield on how to physically protect, mentally protect, emotionally protect. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ യുവർ ഫാമിലി വിൽ സഫർ. അവർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പെട്ടാലും. സോ ദിസ് നോളജ് വി ഡു ആസ് എ പ്രോഗ്രാം കോൾഡ് കവച്. ചെയ്തിട്ടുണ്ട്. വി ഹാവ് സം പ്രോഗ്രാംസ് ഡൺ ഓൾറെഡി. കുട്ടികൾക്ക് കളരിയുണ്ട്. പിന്നെ ഈ യോഗിക് നോളജ് എല്ലാം, ഈ ചെറിയ കുട്ടികളെല്ലാം ദേ വാണ്ട് ആക്ടിവിറ്റി, a fantastic activity, giving the science of yoga through games. Through games, play, interactions. കുട്ടികൾക്ക് സീരിയസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. They should be given in a childish way. അത് we have programmed a one unique program called Power. അത് നന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കും. ഒരു ക്ലാസ് എത്ര ഒരു ആഴ്ചയിൽ എത്ര? ഓരോ ക്ലാസ്സും അതിൻ്റെതായ ടൈമിങ്സും ഷെഡ്യൂൾസ് ആണ്. പിന്നെ പേഴ്സണൽ സെഷൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് who have personally issues, therapeutic issues, അത് I do personal sessions for them. ഒരാൾക്ക് ഓക്കെ, ഞാനൊരു യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടർന്ന് എനിക്ക് ഇത്ര ടൈം കൊണ്ട് പഠിച്ചെടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് വ്യക്തിയുടെ താല്പര്യമാണ്. വ്യക്തിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിക്കണം, ബട്ട് എത്ര ആൾ പഠിക്കും? പിന്നെ എല്ലാവർക്കും അധികവും വരുന്നത് പ്രശ്നങ്ങളാവുമ്പോൾ അതിന് മുന്നേ പറഞ്ഞ തലേന്റെ മേലോട്ട് പോകും. പ്രശ്നം വന്ന് ഒന്നും നിർത്തിയില്ല, ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അന്നേരം ഓടുക. ഈ സയൻസിന്റെ ഗുണം എന്താന്ന് വെച്ചാല്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ലെങ്കിൽ യു ആർ ഡിപെൻഡന്റ് ഓൺ എവ്രി വൺ ടു ഗിവ് യു ഹെൽപ്പ്. ഈ അറിവുണ്ടെങ്കിൽ യു ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് യു ഡോണ്ട് ഡിപെൻഡ്. ദാറ്റ്സ് എ സയൻസ്. You learn how to manage your life. മെഡിറ്റേഷൻ എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വെരി ഇഫക്റ്റീവ്. പിന്നെ വേറൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാല് കവച മീൻസ് അധികം ഈ കുട്ടികള് ഇവിടുന്ന് they live with the parents. അപ്പൊ എന്താ, what you are doing is, for example, you buy a computer. When you buy a computer, what software you feed in the computer is what it displays. Likewise, a child is a beautiful computer. What you feed in the parents, the child as a default software is what the child becomes. That's why if you see children at the very young age, they baptize them, they send them to madrasa, they send them to gurukulas. All this is to ensure that they grow up in their own culture. So there's nothing wrong about it. But that is how the human brain evolves.
So what you feed in them is what they become. Okay. So you have got a beautiful child. How you want to mold them, you have to have a design. Okay. So if you teach them the best of knowledge on how to evolve, the child will be the best. You cannot say tomorrow my child became this and that. You are the creator of that software. Yeah, this is the main complaint for most of the parents. Okay, my child is this, my child is. No. It starts at home. It starts at how your relationship with your family is, your husband, wife. Because today, most of the children are having emotional imbalances because of the husband and wife's attitude towards themselves. That we as parents should understand. How you beautifully design your family is yours. You cannot complain because it's up to you. So if you mold a beautiful family with love, compassion, the child will be compassionate. There are so many children nowadays, they say, we don't want to get married, we are enough of our father and mother. We know truth is our life, we don't want. Yeah. So many emotional imbalances come, surfaces, not because of the child, because of the way. Because of the surroundings. അതിൽ പാരൻസിന്റെ ഈ പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് നോക്കിയാൽ ചുറ്റുപാട് നിറയെ എന്താ വിവാഹമോചന കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അത് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ, കാണുന്നുള്ളൂ. വീട്ടിൽ നടക്കുന്നത് തന്നെ. അപ്പം ഇതിൽ യോഗയുടെ പ്രസക്തി നിങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അവരുടെ ആ ചൈൽഡ്ഹുഡ് ഉള്ളത് അത് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലേ? അതെ. ഇപ്പൊ വേറെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം when you get married or normal things, it's very easy to erupt in anything. Normally, what kind of eruption I got. അത് തനിയാവും. കല്യാണം കഴിച്ചാൽ if you do not know, well, naturally there will be problems. So the thing is, you should learn how to like what you get, not trying to get what you like. See, any person, if you get in your life, you should learn to like him because you already got him. If you don't like him, your life is misery, his life is misery. So, as a person, you have no choices but to live together. And as long as we're living together, don't say I didn't get what I want. Try to like what you got. Isn't it? So once you realize that, life can be in harmony. And how many devils you're going through? How many? Because it's not about the other companion, it's you. You're not able to develop the compatibility. You're not able to accept. You're not able to like the situation or circumstance. And you want to run away. How long and where all you will run? This is where the yogic science makes a human understand his weaknesses. So he rectifies it. So he is compatible to the world around him. It's a science. It's more a science of you understanding your life. So once you internalize and understand your life, you see the world around you is beautiful. If you don't know about yourself, you start complaining about everything. You're blind and you can't see any. അങ്ങനെയുള്ളൊരു ലോകത്തെ പറ്റി അവർക്ക് അറിയാൻ പോലും. And then you start complaining, that is not right, this is not right. It's because you are ignorant. So when we say ignorant, people will not like. We can say they have less knowledge on the subject. You understood? So yogic science is something which I feel every human being has to learn to understand himself, for to be in harmony with him, so he can give harmony to the world around him. So this unique knowledge is what. Why you ask me why Sanjeev Krishna Yoga? For me, I have seen, we have all the yoga classes and systems. Everything is beautiful. Many see yoga as exercise. Many see as just as some breathing meditation. But what I feel is, as per my knowledge and experience, I feel it's more on learning to understand the art of management. That is the core. The software decides the value of your computer. Not the computer alone. Computer you can always buy. If you see, for example, I have a beautiful car, Lamborghini or Mercedes or Ferrari. It's a beautiful car. Battery is fantastic. Fuel is full. But the driver is crazy. What will happen?
It will go and crash. You cannot say the car was bad. You cannot say no fuel, no. Driver. So knowledge of yoga is learning how to shift from a crazy driver to a powerful mechanic. If you are a powerful mechanic, your journey of life is finished. So this is what I feel a person should learn. Each one of us should learn how to shift from that crazy driving to a beautiful mechanic. So life is in your hands and you're confident, courageous, fearless to enjoy the journey of your life. It's not dependent on others. He ran across the road, that happened. No, it's It something depends on how you drive. how you manage. So you cannot complain about others. So that science I feel the world should learn. And I think that is the age which you mentioned, like 5.5 and above. From there they should learn. They should learn. Why? Till that age, they are beautiful. The human nature is beautiful. Why? They are free, they are fearless, they are responsible, they are loving, they are caring, they are very dedicated. But gradually, after the age of 6, you send them to school, then you start fighting with the child, homework, exam. And today, children are being pressurized to such an extent. They don't have a playtime also. So what happens is, ignorance of the parent sometimes leads to confusions in the child. That's where a child should be taken care by giving the entire science of disciplining in a nice, gameful way. Now, many of the parents, if you observe, they fight with the children for studies, which I feel is not right, because everyone in the world today, if you observe, why there are so many problems and court cases and network aids and police and all is because each and every individual thinks he knows everything and he wants to teach someone something. When he don't want to learn. He doesn't want to learn, you want to teach him. So they land up in police station, case and everything. But if you seek knowledge, if you are a seeker, every person in front of you is a teacher. You understand? Now, for example, a mother wants to teach a child. Child doesn't want to learn. What you should do, I'll tell you a simple secret, which I think the people should know, so that they can develop a harmonious relationship with their child. What they should do, tell the child, teach me what your teacher taught. Please teach me, I love to know what your teacher taught. The child will be very happy to teach you. Then you start communicating with the child, you will enjoy teaching the child. Teaching will be very easy now. Try to understand. Here everyone wants to teach someone something when they don't want to learn. And you land up in all problems. If you are a seeker, that's why the more and more you seek knowledge, the more and more you are developing your compatibility. The more and more you develop your personality. The more and more you are able to accept, understand one another. So this science is what I feel the world should know. All the people today want to be the best. If you see in a husband or wife, I am great, you are great, there will be only problem. They are there to live as a common entity to be a beautiful family. It's not I being great or you being great. I have a better job, you have a lesser job. No. You are born together, you are bound together to support you as a family. There is no importance of I am great or you are great. Same is the case in a business. Partners should learn how to support one another to improve the business. Not I am a great partner. No. Same is the case of a society, the nation and the world. Today leaders in the world should work for the well-being of the world, not as my country, your people. No. It is how you learn to care for the well-being of the society, the world, makes you a beautiful world. ഈ സമയത്ത് ഒരു കാര്യം ചോദിച്ചു, യോഗ നമ്മുടെ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഇമോഷൻസിനെ. അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് Etramatro, that's the only thing that can come. It's not controlling. There's a vast difference between trying to control and management. Here I am talking about management. What is control? You are not supposed to take tablets, sugar, sweets, let us say. Because I have diabetic. So you are trying to control though you love eating sweets. So someone is there to tell you don't eat. You also, okay, I cannot eat.
One day no one is there, given a chance, what will you do? Why? You have been controlling it. But sometimes you realize, I don't want it. It's not good for me. That is management. That is strength. Other is weakness. So we are not controlling any emotions. We are managing emotions. We are managing our life. We are managing how to deal with everything in the world. That is the science of yoga. Yoga is absolutely logical, universal and scientific. Whatever I said now, does it make sense? Why? You don't have to read books. The moment I say, yes, it makes sense. That's the beauty of the knowledge. So learn the knowledge on a universal platform. Life is otherwise. Not only for you, for your dear ones, the society and the world. And Corona is the best time because it has made, previously we always used to say for marriage, don't have too many people, don't do this crowd, don't do drama. Now they are forced to see there are only little required people. Required things, not wasting unwanted money. Give that money for charity, help people. It is made. So Corona, I feel, is ruling the world today. Yeah. For what? For making understand yourself, your ability, live with the minimal and learn to correlate with the world. Because though we say distancing, today we are connecting globally. So it's a great trend, I can say, which has evolved people's lives. Of course, there will be changes. We have to accept and we have to take care of your health. It's become the prime importance of Corona. So we always say, when you're healthy, you can give help to others. So this is the best time to work on your health, your well-being, and that way you can give 100% to the world around. വളരെ പ്രസക്തമായ കാര്യം. ഇവിടെ ഈ സഞ്ജീവ് കൃഷ്ണ യോഗ, നിങ്ങൾ ഇവിടെ ഈ ജുമേര അൽ വസൻ റോഡ് അല്ലേ, ഈ ബിൽഡിങ്ങിന്റെ പേര് ഫിർദൗസ്. Al Firdaus, we are in the block 4. First floor. Fourth block, first floor. There's only one floor. ഇവിടെ വേറെ യോഗ അല്ലാതെ വേറെ എന്തൊക്കെയാണ്? Here we do have different programs. ഒന്ന് കുട്ടികൾക്ക് we have a very power packed program. കുട്ടികൾക്ക് ഇന്നിപ്പോ സ്കൂൾസ് എല്ലാം വളരെ കുറവാണ്. So we have an activity. വളരെ നല്ലതായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. So that we are doing on a regular basis കുട്ടികൾക്ക്. It's called power. The word itself power. പിന്നെ we do have Kalari. Kalari is a traditional martial arts. അത് എന്തിനാന്ന് വെച്ചാൽ it's very good for people who are footballers, games, athletes എല്ലാം. എന്താ കാരണം എന്ന് വെച്ചാൽ apart from the martial arts, Kalari's importance എന്ന് വെച്ചാൽ it activates all the muscle memories of the human physiology. For example, നിങ്ങൾ ഒരു കാറ്റിന് ഒരു പൂച്ചനെ എറിഞ്ഞു കഴിഞ്ഞാൽ it will stand on 4 legs. Why? Its body is tuned to the muscle memories. അത് automatically it will stand. If we fall and കാലിന്റെ കയ്യിൽ ഓടി, why? Our muscle memories are not activated. Cats are ready for any defense to protect. A mother is the greatest warrior when it comes to protecting a child. So wise, Kalari is a defense art where we don't want to hurt anyone, but we can help you to protect yourself, defend yourself. Because if you are not there, what are you talking about? Ahimsa. So you should learn how to protect yourself in any given situation. So training a child at a young age helps him to be the master of his life because he is strong, self-protection. In games he can self-protect. He is more aware and alert. The body also becomes aware. So there are so many good qualities of Kalari, which if you imbibe to a child at a young age, whatever I talked about, discipline automatically falls. And they will see, for example, today children, when they go to school, there are people who do this, they disturb them, bullying them. This will not happen. I have experience of children who have been bullied. Now after doing Kalari for 2-3 months, he's saying he is like a king. That fellow doesn't come. He has not learned much, but the moment he says that he is doing and do the 2 or 3 more, the other fellow doesn't come close. So all these capabilities, this is apart from anything, they develop confidence. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനില് മുന്നേ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ സ്കൂളിൽ പോകാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പം എല്ലാം ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം മടിയന്മാരായിട്ടാണ്. അപ്പം ആ സമയത്ത് നമ്മുടെ ബോഡി മസിലുകളെല്ലാം മറന്നു പോകും. See, we should see, and even parents have become very protective. What happens?
Child doesn't even just eating, sleeping, watching TV, and many of the parents are suffering because children are always with gadgets. Yeah. This is disastrous. You should teach the child when to use, how to use, where to use, what to use. And this only a parent can guide, not anyone else. Okay. So all these parents have to understand. Otherwise tomorrow they will suffer. Yeah. You will have the hardware of your child, software gone. അത് എളുപ്പവഴിയിൽ അത് ഒരു കുട്ടിയെ കുറച്ച് നേരം അനങ്ങാതിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുക്കുന്നത്, ഫുഡ് കൊടുക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കുന്നത് ഒരു ട്രെൻഡായി മാറി. അപ്പൊ ആ സമയത്ത് അവനെ എങ്ങനെ അവന്റെ ഫോക്കസ് മാറ്റിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് പാരന്റ്സിന്റെ കയ്യിലേക്ക്. Very, very important. See, these are the കാര്യങ്ങളാണ് which actually, that's why I tell you, yoga, the real science of yoga comes in management. Real management. Leading one from ignorance to knowledge is the science called harmony. Knowledge about your body, knowledge about your breath, knowledge about your mind and its disciplining, developing the compatibility by acceptance, broadening your perspective. So life is beautiful. So if this is not there, naturally you will not enjoy your life. And you will say, I suffered because they did this. I suffered because... See, you are ignorant. It's your problem. Ignorance is not an excuse in the world. You cannot say, I did not know that I should wear a seatbelt. That they'll say, discuss later, first pay the fine. So, ignorance is never an excuse in a human life. Not knowing is your problem. So, being aware and alert and learning the art of management to enhance your life is a science which we give here. For this, we have Kaladi, we have this children's program. We do prenatal, postnatal classes for ladies. And we do Hatha Yoga sessions. Then I have one noble program called Rhythm of Life. Rhythm of Life is a 10-day module which brings in harmony to the person. So this entire science of yoga is packaged in the 10 days, which can really shift lives. I've seen people they come with ignorance initially, problem, health issue, that issue, so many issues. In 10 days, no one wants to leave each other because they get over all their imbalances and they enjoy a beautiful togetherness. If this knowledge can be imbibed to the society, I'm telling you, the society, the family will be much better. Much peaceful. Much peaceful. Because, see, it's just either you are knowledgeable or ignorant. That's the only difference between human beings in the world. Only that is the difference. Knowledge on a rightful manner, knowledge doesn't mean just blind knowledge. Knowledge which you can understand, I can understand, the world can understand. That's where yoga plays a big role, I guess. Yoga is a logical universal science. It is not a belief. It's a science in front of you. The other day someone asked me, is yoga a religion? Then I asked them, has mobile a religion? They said no. Then yoga doesn't have religion. Why? Mobile has a hardware, mobile has a battery, mobile has a display screen, mobile has a default software and a compatible software. So default software you cannot change. Android and Apple has given you. Only you can change is your compatible software, apps that you add, your videos, your things. Isn't it? Now, if you say human being, your body is the hardware. Your battery is your, not food, breath. 2 minutes you don't breathe, all drama over. Display screen is only your expressions of happiness, frustration, anxiety, depressions, which you display in the world screen. It is universal. The only thing is default software is your parentage, you have no choice. You are born, country, religion, whatever, no choice. The only thing is compatibility. So are you different from a mobile? No. Then how can it be a religion? It's a beautiful science. It's a beautiful science, universal in concept, logical in understanding, and scientific in approach. This knowledge is given to humans. Humans should evolve. If you don't evolve, it's your problem. വർഷങ്ങൾക്ക് മുൻപേ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് യോഗ. ഒരു സയൻസാണ് യോഗ. അതിപ്പോ വളരെ പ്രസക്തമായിട്ട് എല്ലാ ആൾക്കാരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതിന് ഒരു പ്രധാന കാര്യം ഇത് തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇതിനൊരു മതമോ ഒരു റിലിജനോ ഒന്നും കണക്കില്ല. ഇതൊരു സയൻസാണ്. സയൻസ് ഓഫ്
and art of living. See, I tell you something. If you see, ചില ആൾ ചോദിക്കും യോഗ ആരാ ഗുരു? See, ഗുരു is പ്രകൃതി. പ്രകൃതിയാണ് ഗുരു. ആ സമയത്ത് ആ ആൾക്കാർ അവരെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ആനിമൽ അതിന് സുഖമില്ലാണ്ടായി അല്ലെങ്കിൽ അടിപെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലൈസ് ഡൗൺ ഇൻ സർട്ടൻ പോസ്ചർ. ആ പോസ്റ്ററിൽ കിടന്ന് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അതൊന്ന് ഞെട്ടി എണീച്ച് അത് സുഖമായി. അപ്പൊ അങ്ങനെ വളരെ ക്ലോസ്ലി സ്റ്റാർട്ടഡ് ഒബ്സർവിംഗ് പ്രകൃതി. ബിക്കോസ് മനുഷ്യന് മാത്രം ഡിസ്ക്രിമിനേറ്റീവ് എബിലിറ്റി ഉള്ളൂ, മൃഗങ്ങൾക്ക് അതില്ല. അപ്പൊ അത് വി സ്റ്റാർട്ടഡ് ഒബ്സർവിംഗ് ദം. ഔട്ട് ഓഫ് 82,000 സ്പീഷീസ് 84 പോസ്റ്റേഴ്സ് കെയിം ഇൻ ടു ഹഠ യോഗ. ആയുർവേദങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഒരു നായ്ക്ക് വയറ്റുവേദനയല്ല, അത് ഡോക്ടറെ അടുത്തൊന്നും പോകില്ല, അത് ഏതെങ്കിലും പുല്ല് കഴിക്കും. അപ്പൊ ആ പുല്ല് എന്നാ കഴിച്ചത് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് സോ മെനി കെമിക്കൽ സ്റ്റാർട്ടഡ് അതിനെ പറ്റി ഹെർബ്സും കാര്യങ്ങളും എടുത്ത് അത് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഇറ്റ് ബിക്കെയിം നോളജ് ഓൺ ആയുർവേദിക് സയൻസ്. അതിന്റെ കുറെ കൂടി കെമിക്കൽ ആക്ടിവിറ്റീസ് അവർ അലോപ്പതി എടുക്കാൻ തുടങ്ങി. സോ ബേസിക്കലി അവർ ഗുരുസ് ആർ നേച്ചർ. ബിക്കോസ് നിങ്ങൾ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും ഇവോൾവ് സ്പീഷീസ് മനുഷ്യനാണ്. അപ്പൊ മനുഷ്യനെ ശരിക്ക് എക്സാമിൻ ചെയ്യുന്നതാണ് യോഗിക് സയൻസ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നു, ശരീരത്തിനെ പറ്റി മനസ്സിലാക്കുന്നു, ആന്തരിക വശങ്ങളെ പറ്റി മനസ്സിലാക്കുന്നു, നിങ്ങൾ ഉയരുകയാണ്. ഇനി ഇതൊന്നും ഒന്നുമില്ല. സോ ദിസ് നോളജ് ഈസ് സോ പ്രൊഫൗണ്ട്. So we are all blessed to have this knowledge. യോഗയെ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെ അതിനെ ഡിഫൈൻ? ഞാൻ പറഞ്ഞത് എല്ലാം യോഗയാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ല ഫിസിക്കലായിട്ട് നിങ്ങളിപ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കണ്ടില്ലേ, നിങ്ങൾ ശരീരം ഫ്രീ സുഖമായിട്ട് ഇരിക്കണ്ടേ, കംഫർട്ട് വേണ്ടേ? ആ കംഫർട്ട് വേണ്ടിക്ക് ശരീരം കംഫർട്ട് ഉണ്ടാകണ്ടേ? ആ ശരീരത്തിന് എങ്ങനെ കംഫർട്ട് ആയിട്ട് ചെയ്യാനും സ്റ്റിഫ്നെസ്സും സ്റ്റാഗ്നൻസും അക്യൂമുലേറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു അറിവാണ് Hatha Yoga. Ha and Ta. Ha means moon, Ta means sun, Ha means cold, Than means heat. Matter ആണെങ്കിൽ matter and energy. പ്രകൃതിയിൽ കറന്റ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ്. ഇങ്ങനെ 2 എനർജീസ് ആണ് ഞങ്ങളുടെ ശരീരത്തിന്റെ പഞ്ചഭൂതങ്ങൾ. മഹാഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളിൽ അഗ്നി, വായു, പൃഥ്വി, ജലം, ആകാശം. ഈ പഞ്ചഭൂതങ്ങളാണ് ഞങ്ങളുടെ ശരീരം. ഈ പഞ്ചഭൂതങ്ങളിൽ ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് ബാലൻസ് ഉണ്ടാവൂ. അപ്പൊ ഹഠയോഗ പോസ്റ്റേഴ്സ് ആ പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്താൽ പിന്നെ പ്രാണൻ പരാപശ്യന്തി മധ്യമ വൈകാരി. പ്രാണനാണ് ജീവൻ. പ്രാണൻ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രകൃതി. അതിൽ ജാതി, മതം, ഭേദം, രാജ്യമില്ല. പക്ഷി മൃഗാദികൾക്കൊന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും പ്രാണനാണ്. അതിന് ഒരു വേർതിരിവും ഇല്ല. പിന്നെ എന്തിനാ മനുഷ്യൻ ഈ വേർതിരിവ് ഉണ്ടാക്കുന്നത്? ആ പ്രകൃതിയിലെ പ്രാണൻ ഉള്ളതുകൊണ്ടാണ് മനസ്സുള്ളത്. മനസ്സുള്ളത് പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കൈയും കാലും ഇട്ട് അടിക്കുന്നത്. അപ്പൊ പ്രാണനല്ലേ ദൈവം, പ്രാണനല്ലേ പ്രകൃതി. അപ്പൊ പ്രാണൻ എല്ലാവർക്കും തുല്യം കൊടുക്കും. പിന്നെ നിങ്ങൾ അതിനെ വിവരമില്ലാണ്ട് തമ്മിൽ അടിപിടി ഇപ്പൊ ചില ആളുകൾ ശ്വാസം കഴിക്കുന്നു, സിഗരറ്റും ശീശയും വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതിയില് ശരിക്കും നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനം ലങ്സാണ്. അത് നിങ്ങൾ നശിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് ആരോഗ്യം തരണേ. ഒരേ സമയം നശിപ്പിക്കുകയും ചെയ്യുന്ന സമയം ഈ അറിവാണ്. Does it make sense? Yeah, of course. So this science is what it is. അപ്പൊ അത് എങ്ങനെ ശരീരം നമുക്ക് സ്ട്രെയിൻ ഇല്ലാണ്ട് ഇരിക്കാനും. ഇപ്പൊ ധ്യാനത്തിൽ ഇരുന്നാലും മാത്രമേ നിങ്ങൾ ഹയർ എൻറ്റിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ധ്യാനത്തിൽ ഇരിക്കേണ്ട ശരീരത്തിന് സുഖം വേണം, നട്ടൽ സ്ട്രെയിറ്റ് ആവണം. അപ്പൊ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഹഠയോഗ പ്രാക്ടീസ് കൊണ്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എനർജി ഉണർത്താൻ പ്രാണൻ വേണം. അപ്പൊ പ്രാണൻ എങ്ങനെ ആ സഞ്ചാരം ചലനം എല്ലാ നാടികളിലോട്ടും സഞ്ചരിക്കണം. എന്നിട്ട് വേണം മനസ്സിനെ ഒരു സ്ഥലത്ത് ഇരുത്താൻ. അപ്പൊ അതിനെല്ലാം ഈ എവല്യൂഷനാണ്. It's an evolution of consciousness. Concentration will follow only when these things are good. വെറും മനസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് ശരീരത്തിന് സുഖമില്ല, ധ്യാനം ചെയ്യുന്നതിന് അയ്യോ എനിക്ക് ആടവേന പറയില്ലേ, പിന്നെ how can you
Concentrate ചെയ്യാം. But you can still do health ഇല്ലെങ്കിലും ധ്യാനം ചെയ്യാം. But ഒരു വ്യക്തിക്ക് who can do it with good body is more fast. You can still practice meditation. It can give you calmness, understanding, all that. But Hatha Yoga is a way. അതാണ് പതഞ്ജലി യോഗ സൂത്രത്തില് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി പറയുന്ന വെച്ചാല് ആദ്യത്തത് യമ യമ എന്ന് പറഞ്ഞാല് ഫോളോ ദ 5 പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ദ വേൾഡ് വിൽ ലവ് യു. നിയമ follow the 5 principles of self-disciplining, you will enjoy the world. Then ensure your body is strong. Prana moves. And then introspect. Come to the dharana. Meditate on it. And realize the equanimity of the world around you. This knowledge, it has very beautiful signs. This is what it is. Yoga. Yeah. So ഇവിടെ we do these things. ഇതാണ് ചെയ്യാറുള്ളത്. And we have this program. പിന്നെ യോഗ നിദ്രയുണ്ട്. That is also another class called psychotherapy. ഇപ്പൊ നമ്മള് ഡേ ടു ഡേ ലൈഫില് പലത് നമ്മള് ഇവിടെ രജിസ്റ്റേർഡ്. അപ്പം ഇത് വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാം കാണുക. അത് ഡിലീറ്റ് ചെയ്യണം. ആ അൺവാണ്ടഡ് ഫയൽസ് എല്ലാം കളയണം. അല്ലെങ്കിൽ ഇതിൽ വെച്ചിട്ട് നോക്കുക. അത് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. പിന്നെ we do yoga teacher training. ഇവിടെ ടീച്ചർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. We have been accredited by Council for Yoga Accreditation International, so global body, with all Indian traditions and all the wellness of the world of all religions is in a global forum based in Washington. Oh, yeah, and we are only one accredited in Middle East, CYAI, and we are also the only one ISO certified yoga center in the Middle East. So I always feel when we do something, we need to do perfectly. So I didn't do anything on that. My students did all the job, I can say, because it was their contribution. So I feel it's one of the things that we can give to the people. So teacher training we have, Kaladi, children's program, ladies, we have prenatal, postnatal. Rhythm of Life is, I think, more than 10,000 people across the globe has done Rhythm of Life and benefited like. And there are certain people who only come to do that program from different countries. Word of mouth. ഗൾഫിൽ ജീവിക്കുന്ന ഒരാൾക്ക് യുഎയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. അല്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ we are going to start online sessions also to benefit people. Achieve. Teacher training also, many are doing online, but we do need also some physical. നോക്കിയിട്ട് ചെയ്യണം. Trying to adopt and adapt it. ഇവിടെ എല്ലാ രാജ്യത്തുനിന്നുള്ള ആൾക്കാരും ചെയ്യുന്നു. ഓ ഇവിടെ മൾട്ടിനാഷണൽ ഞാൻ കണ്ടു വീഡിയോസ് കണ്ടിരുന്നത് രണ്ടും ഒരുപാട് രാജ്യക്കാരെ ഇവിടെ വന്നിട്ട് പഠിക്കുന്നത്. അതിന്റെ സന്തോഷം. കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഉത്ഭവിച്ചൊരു ശാസ്ത്രം അതിന് ഇത്രയധികം അക്സെപ്റ്റൻസ് വേൾഡ് വൈഡ് വരുന്നത് യോഗ അത്രയും പവർഫുൾ ആണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് അതിന്റെ പ്രസക്തി കൂടുകയും ചെയ്യും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ യോഗ is not an individual for a country or a place or a religion. It is a universal science for all humanity. Even if you see, നിങ്ങൾ റെഗുലർ ആയിട്ട് പറയുകയാണെങ്കിൽ സൗണ്ട് വൈബ്രേഷൻ മന്ത്രാസ് അവിടെ ഒരിക്കലും അവിടെ ഒരു കൺട്രിയോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ് ഓൾവേസ് സെഡ് ലോക സമസ്ത സുഖിനോ ഭവന്തു. Let the whole world be as one family. Enjoy the health, peace and happiness. It never said anything. That's the beauty of this beautiful philosophy. So that's what it is. യോഗ വളരെ വളരെ ആനുകാലിക പ്രസക്തിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഇത്രയും നേരം ഇത്രയും എന്താ പറയാ വളരെ വിലപ്പെട്ട ഉപദേശങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ വലിയൊരു നന്ദി പറയുകയാണ്. Thank you very much. See, we are all mediums to give the knowledge to the world. So whether it's you, me, medium people, let us give the knowledge. Let people be happy. That's the ultimate goal. ഈ ഒരു വിജ്ഞാനം എല്ലാവരിലേക്കും വരാൻ വേണ്ടി ഈ ഒരു നല്ലൊരു സമയം സാറിനത് ഉപയോഗിച്ചതിൽ നന്ദി പറയണം സാർ. Thank you. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഇന്ന് നമ്മളൊരു പുതിയ എപ്പിസോഡിലേക്ക് പോവാണ്. ഒരു മഹാവ്യക്തി പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. എന്തൊക്കെയോ കട്ടയില്ല